ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇത് കണ്ണൂരിൻ്റെ സ്വന്തം സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. മീനടെ ആട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആവിയിൽ വേവിച്ച് നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. പഴയ ഒരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അയിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഷൊക്കെ നമുക്ക് എടുക്കാം. എല്ലാ ഫിഷും എടുക്കാൻ പറ്റില്ല. ചെമ്മീൻ എടുക്കാം, അയക്കൂറ, ആവോലി അങ്ങനത്തെ ഫിഷൊക്കെ എടുക്കാം. കുറേ അധികം ഇടുമ്പോൾ മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അത്രയും എണ്ണം മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മീൻ എടുക്കാം. അപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മീൻ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ ഒന്ന് ഫ്രൈ ആക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മുള്ളുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് മുള്ളില്ലാത്ത ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ചിക്കനൊക്കെ ഷ്രെഡ് ചെയ്തെടുക്കൂലേ അതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കണം. അതാണ് നമ്മൾ മസാലയിലേക്ക് ചേർക്കുക. മുള്ളുള്ള ഭാഗം മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് 2ആയിട്ട് എടുത്തത്, ഒരു ചെറിയ സവോളയും പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഹോൾ പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം. അരക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട. അരഞ്ഞ് കിട്ടാനുള്ള ആ ഒരു പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും ഒരു 2 പച്ചമുളകും പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് കുക്കായിട്ട് വരുമ്പം നേരത്തെ അരച്ച് വെച്ച ആ ഒരു തേങ്ങേൻ്റെ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു തേങ്ങ അരപ്പ് ചേർക്കുമ്പോൾ നല്ല നാടൻ സ്മെല്ല് വരും. എല്ലാ മസാലപ്പൊടികളും ചേർത്തിനല്ലോ അതിൽ. അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ തന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ മീൻ സെറ്റാക്കി വെച്ചിരുന്നല്ലോ മുള്ളൊക്കെ കളഞ്ഞിട്ട്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഉപ്പ് ആദ്യം ചേർത്തതേ ഉള്ളൂ, പിന്നെ നമ്മൾ അങ്ങനെ ചേർത്തിട്ടില്ല. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരിമാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പുഴുങ്ങലരി അരച്ചിട്ടും റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അരിപ്പൊടി എങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ മിക്സ് ചെയ്തെടുക്കൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള അരിപ്പൊടിയില്ലേ അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ രീതിയിലാണിത് കുഴച്ചെടുക്കുന്നത്. പുറത്തൊക്കെ ഇത് ചൂടുവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടല്ലേ കുഴച്ചെടുക്കാറുള്ളത് നിങ്ങളുടെ അരിപ്പൊടി. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അരിമാവ് മിക്സ് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ റെഡിയാക്കി എടുക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്തു വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 വാഴയില വേണം. ആദ്യത്തെ ഇലയിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മാവിന്ന് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളേനെ എടുത്തിട്ട് നല്ല ഇതായിട്ടൊന്ന് പരത്തിയെടുക്കുക. വലിപ്പത്തിലാണ് പരത്തിയെടുക്കുക.
ഇതിൻ്റെ മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മീനിൻ്റെ മസാല അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയിട്ടും കൂടി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി മീനൊക്കെ മസാലയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ മീനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതിലേക്ക് എക്സ്ട്രാ വെച്ച് കൊടുക്കും. അപ്പോൾ ചെറിയ അയില ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തിട്ട് മുഴുവനായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യാം നടുവിലായിട്ട്. ഇനിയിപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 വാഴയില എടുക്കാൻ പറഞ്ഞല്ലോ, മറ്റേ ഇലയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് മാവ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ആദ്യം ഉണ്ടാക്കിയ ആ ഒരു വലിപ്പത്തിൽ തന്നെ പരത്തി എടുക്കണം, അത് കവർ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇതാ രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നിൽ നമ്മൾ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്, മറ്റേതിൽ മസാല വെച്ചിട്ടില്ല. മറ്റേത് വെച്ചിട്ടാണ് നമ്മളിത് കവർ ചെയ്തെടുക്കുക. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ആ ഇലയോടെ തന്നെ ആ പത്തൽ ഇപ്പുറത്ത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ വാഴയില മാറ്റി കൊടുക്കുക. അപ്പോൾ ആ ഒരു പത്തൽ വെച്ചിട്ട് ആ മസാലയുള്ള പത്തൽ കവറായിട്ടുണ്ടാവും. എന്നിട്ട് ഇതാ സൈഡൊക്കെ കൈ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റീമർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളമൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു പത്തൽ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇത് വെച്ചിട്ടുള്ള അടയുണ്ടല്ലോ, അതും കൂടി വേവിക്കുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ടാക്കുന്നൊന്ന് കാണിക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു വലിപ്പത്തിൽ നമ്മൾ അടക്ക് വേണ്ടി പരത്തൂല, ഈ ഒരു രീതിയിൽ സാധാരണ നമ്മൾ പത്തൽ ഉണ്ടാക്കുന്ന പോലെ പരത്തിയെടുക്കൂ. അതിൻ്റെ മുകളിൽ നേരത്തെ പോലെ തന്നെ മസാല ഒന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ വേവിക്കാൻ വെച്ചില്ല, അതിൻ്റെ മുകളിലേക്കായിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റാണ് ടോട്ടൽ ഇത് കുക്ക് ചെയ്യാൻ എടുത്ത സമയം. പെട്ടെന്ന് റെഡിയാകുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റീമൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കുക്ക് ആയിനോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാം. ഇതിപ്പം തന്നെ കഴിക്കണമെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാം, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഒരു ദിവസം കൂടുതൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്